ഒട്ടുമിക്ക പേരും ലോക ചാപ്റ്റർ 1 കണ്ടു കാണും. എന്നാൽ 2014 ഗ്യാരി ഷോർ എന്ന ഡയറക്ടർ എടുത്തു വെച്ചാൽ എല്ലാവരും മറന്നുപോയൊരു പടമുണ്ട്. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകേ. ഈ മൂവി കണ്ടവർക്ക് ലോക കാണുമ്പോൾ കുറച്ച് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്റ്റ് ആയിട്ടുണ്ടാവും. ചന്ദ്ര സണ്ണിയോട് എനിക്ക് നിന്നെ പോലത്തെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കണക്റ്റ് ആയൊരു ഭാഗമായിരുന്നു ഇത്. അതേപോലെ ഡ്രാക്കുളയുടെ ഭാര്യ ഒരു യുദ്ധം വരുമ്പോൾ മരിക്കുകയും പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രൗഡഡ് സിറ്റിയിൽ നിന്ന് തൻ്റെ ഭാര്യയ്ക്ക് സാമ്യമുള്ള ഒരു വ്യക്തിയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യും. രണ്ടുപേർക്ക് ഇമ്മോർട്ടാലിറ്റി ഉണ്ട്. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സമയത്ത് ഇവർക്ക് പുറത്തിറങ്ങാനും കഴിയില്ല. ഡയറക്റ്റ് സൺലൈറ്റ് ബോഡി വീക്കാക്കുകയും സർവൈവ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചന്ദ്ര പ്യുവർ കൺവേർട്ട് ആയിരുന്ന സമയത്ത് ഒരു ഏജ് വരെ സൺലൈറ്റ് സർവൈവ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്തായാലും ബോഡി വീക്കാണെങ്കിലും സർവൈവ് ചെയ്യണമെങ്കിലും രണ്ടുപേർക്കും ബ്ലഡ് ആവശ്യമാണ്. അവസാനം മരിച്ചെന്ന് കരുതിയ ഡ്രാക്കുളയെ തിരിച്ചു കൊണ്ടുവരുന്നതും ലോകയ്ക്കകത്ത് കത്തനാർ ചന്ദ്രയെ പുനർജനിപ്പിക്കുന്നതും ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. സ്വന്തം രക്തം കൊണ്ട് ഒരു വാമ്പയറിനെ പുനർജനിപ്പിക്കുക. അപ്പോൾ ഇതുവരെ ഈ മൂവി കാണാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക. ഡ്രാക്കുള 2യുടെ ട്രെയിലർ 3 മാസം മുമ്പേ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂവിയുടെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഗൈസ്, അപ്പോൾ മൂവി എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്തോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും എൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണേ കള്ളപ്പന്നി.